സംഭവം ഇതിനകത്തൊരു ഫുൾ സെറ്റ് ഡിസ്ക് വെച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷേ ആ ഡിസ്കിൽ മൊത്തം ആദ്യത്തെ ആഴ്ച അതിൻ്റെ കാലിപ്പർ പോയി. എന്തുകൊണ്ട് നമ്മൾ പഴയ സെറ്റിലോട്ട് പോകുന്നു? പ്രൈസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ നോക്കിയില്ല, കുറച്ച് നാൾ കൊണ്ട് നടന്നപ്പം അതിൻ്റെ മുഴുവൻ സാധനം പോയി. അപ്പം അവൻ്റെ പൈസ അത്രയും പോയി. സോ ഹേ ഗൈസ്, വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഒരു വണ്ടിക്ക് ഡിസ്ക് വെക്കാൻ പോകണം. സ്പ്ലെൻഡറിന് 150 ഡിസ്ക്കാണ് വെക്കാൻ പോകുന്നത്. അപ്പം ഇതിലെന്താ എത്ര പ്രത്യേകത എന്ന് ഒത്തിരി പേര് ചോദിച്ചു എൻ്റെ അടുത്ത് ഓൾറെഡി. എന്നാ പറയണ്ടേ, അത് എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ. ഇതിനു മുന്നേ ഞാൻ തന്നെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി ഞാൻ ആദ്യമേ കാണിച്ചു തരാം. ഇത് വന്നിട്ടൊരു സ്പ്ലെൻഡറാണ്, ഓൾഡ് മോഡൽ സ്പ്ലെൻഡറാണ്. സംഭവം ഇതിനകത്തൊരു ഫുൾ സെറ്റ് ഡിസ്ക് വെച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷേ ആ ഡിസ്കിൽ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. ഇവൻ ഡിസ്ക് വെച്ച് ആദ്യത്തെ ആഴ്ച അതിൻ്റെ കാലിപ്പർ പോയി. സംഭവം ആദ്യം പുത്തൻ എടുക്കുന്ന കാലിപ്പറാണ്. പിന്നെ അതിൻ്റെ പാസഞ്ചറുടെ പമ്പിങ് പോയി, സ്റ്റമ്പ് ലീക്ക് വന്നു, സ്റ്റമ്പിന് ചെറിയ ബെൻഡുണ്ടെന്നുള്ളത് മനസ്സിലായി. പോരാണ്ട് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് വീൽ ഒരു സൈഡിലോട്ട് നീങ്ങിയാണ്ടിരുന്നു. അപ്പോൾ സെറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെന്നത്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ്. അപ്പം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അവൻ എന്നെ വിളിച്ച് അങ്ങനെ കൊണ്ടുവന്നാണ്. നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ വണ്ടി തന്നെയാണ്, ആലപ്പുഴയുള്ള വണ്ടി തന്നെയാണ് സംഭവം. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കണ്ടെന്ന് പറഞ്ഞാൽ പിന്നൊരു ചെറിയൊരു എമൗണ്ടിന് ഒരു 3000 രൂപ റേഞ്ചിന്, 3500 രൂപ റേഞ്ചിന് ഒരു ഫ്രണ്ട് ഫുൾ സെക്ഷൻ ഡിസ്ക് ഒരു പൊളിക്ക് നടത്തുന്നെടുത്തു. നേരെ വണ്ടി കയറ്റി. അവരൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ സാധനം കൊടുത്തു. ഇവൻ നേരെ എടുത്ത് വീല് കെട്ടിച്ചു, വണ്ടി ഇട്ടു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇട്ടതിന് ശേഷം അവനിപ്പോൾ ഇരട്ടി പണിയായിരിക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറൻറ്റ്ലി ഞാൻ ഇതിനെ മാസ്റ്റർ സിലിണ്ടർ പുത്തം വെച്ചു. സ്റ്റമ്പ് മാറി നമ്മൾ ഇച്ചിടെ എന്നാ പറയണ്ട, റെഗഡായിട്ടുള്ള നമ്മുടെ അലോയുള്ള മോഡലിൽ സ്റ്റമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലിപ്പർ അവൻ ഓൾറെഡി മാറി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആ 3500 രൂപയ്ക്ക് സെറ്റ് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 3000 രൂപ 3500 രൂപയുടെ മേളിൽ ചിലവായി വണ്ടിക്ക്. അപ്പം ഏകദേശം 6000 രൂപയുടെ മേളിലായി. മനസ്സിലായല്ലോ. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്നാ പറയണ്ടേ ഡിസ്ക് സെറ്റ് വീഡിയോയിൽ ഒരു വണ്ടിയെപ്പറ്റി പറയാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതായിരുന്നു. സംഭവം ഇതാണ്, എന്തുകൊണ്ട് നമ്മൾ പഴയ സെറ്റിലോട്ട് പോകുന്നു? പ്രൈസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ടൈമിൽ നമ്മൾ ആ ഒരു എമൗണ്ട് തന്നെ അതിനകത്ത് മുടക്കുവാണ്. ചിലവർക്ക് ലക്കിൽ ഒരു പ്രശ്നമില്ലാതെ പോകുന്നു, പക്ഷെ ചിലവർക്ക് ഇതുപോലെ വലിയ വള്ളിയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ മൊത്തം അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 150 ഫുൾ സെറ്റിൻ്റെ സാധനങ്ങൾ താഴെ ഇരിപ്പുണ്ട്. കാലിപ്പർ, മാസ്റ്റർ സിലിണ്ടർ. മാസ്റ്റർ എന്ന് പറയുന്ന പുത്തൻ പീസാണ്, നമ്മളിൽ അവൈലബിൾ ആണ്. വേണ്ട ചോദിച്ചാൽ നമ്മുടെ ഓൾറെഡി വണ്ടി ഇരുന്ന ഹബ്ബ് കെട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബെയറിങ്ങും പോയിട്ടുണ്ട്. അപ്പോൾ ബെയറിങ്ങും മാറണം. ബെയറിങ് നമ്മൾ ടാറ്റാറിൻ്റെ ബെയറിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ട് 150 സ്റ്റമ്പ് ഇരിപ്പുണ്ട്. അതിന് ഞാൻ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് എടുക്കണം. അപ്പോൾ അതുണ്ട്. ആൻഡ് കോൺസ് നമ്മുടെ ടീ സ്റ്റമ്പ് വരുവാണെങ്കിൽ ഇതിപ്പം മറ്റേ ആക്ട് സൂട്ട് ആയിട്ടുള്ള സ്റ്റമ്പല്ല, ടീ സ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളുണ്ട് ടീ സ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളത് ലൈറ്റായിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പം ലൈറ്റ് വർക്കുണ്ട് സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കോൺസെറ്റ് അത്യാവശ്യം പോയൊരു കോൺസെറ്റ്. അപ്പോൾ നമുക്ക് ഈ കോൺസെറ്റ് ആദ്യം മാറണം. കോൺസെറ്റ് മൊത്തത്തിൽ ഷോക്കായിരിക്കുവാണ്. അപ്പോൾ കോൺസെറ്റ് മാറ്റി അതൊന്ന് സെറ്റ് ചെയ്യണം. അതിന് ഫസ്റ്റ് പണി അതാണ്. കോൺസെറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്കിനി ബാക്കി ഡിസ്കിൻ്റെ വർക്കിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ഇട്ടാൽ നമ്മൾ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ വീഡിയോസ് നമ്മൾ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഇസപ്പത്തെ നമ്മുടെ കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. സംഭവം ഞാൻ കാണിച്ചു തരാം. നല്ല ക്ലീൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് കേട്ടോ. അടിയിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച പോലെ ഈ ഒരു അതിൻ്റെ സൈസിലുള്ള ബോക്സ് വെച്ചിട്ടോ അല്ലെ പഴയ കോൺസെപ്റ്റ് വെച്ച് അടിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ സെറ്റ് മാറുന്നതിലൊരു കാര്യമില്ലാതെ പോകും. അതിന് നമുക്കിനിയും ടീ സ്റ്റമ്പിൽ മാറാനുള്ള സാധനം ടീ സ്റ്റമ്പ് നേരെ കയറ്റാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ടീ സ്റ്റമ്പ് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പ് ലൈറ്റ് വെക്കും. ടോപ്പ് ലൈറ്റ് വെക്കുന്നതിൽ പ്രത്യേകിച്ച് ഓൾട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. നേരെ ഇങ്ങനെ കയറ്റി വെച്ചാൽ മാത്രം അതിൽ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. ടോപ്പ് ലൈറ്റും വെച്ച് അതിൻ്റെ മേളത്തിന് അട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടീ സ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്റ്റമ്പ് ഇതിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഞാൻ ആ സ്റ്റമ്പിൻ്റെ ഓയിൽ സീലൊക്കെ മാറി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി കയറ്റിയിട്ട് നമുക്ക് അതിനകത്തുള്ള പെയിൻറ്റ് കാര്യങ്ങൾ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ചെയ്യാമെന്ന് വെച്ചു. അപ്പം ടീ സ്റ്റമ്പിൽ ആഘോഷം കണ്ടല്ലോ, ഇത് ഇച്ചിരി ഗ്രൈൻഡ് ചെയ്ത ടീ സ്റ്റമ്പാണ്. അപ്പോൾ നമുക്കിനി സ്റ്റമ്പ് കൂടെ കയറ്റി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ
അപ്പോൾ ഗൈസ് ദേ നമ്മുടെ സ്റ്റമ്പ് കയറിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കുള്ള സംശയമാണ് നമ്മൾ പൾസറിൻ്റെ സെക്കൻഡ് മോഡൽ സ്റ്റമ്പിൻ്റെ മേളത്തെ ടോപ്പിലത്തെ എല്ലാവർക്കും അറിയില്ല അല്ലെങ്കിലാണ് വരുന്നത്. ഇതിലെങ്ങനെ സൂട്ട് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞു. അതിന് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യത്തിനാണ്. നമ്മൾ സ്പ്ലെൻഡറിൻ്റെ മേളത്തിനായിട്ടുണ്ടല്ലോ അത് നേരെ അയച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളത്തിനട്ടും ബോൾട്ടും എല്ലാം ഡയറക്റ്റ് സൂട്ടാണ്. അതിൽ വേറെ ഓട്ടോഷൻ കാര്യങ്ങൾ വേണ്ടല്ലോ. സ്റ്റമ്പ് മൊത്തം കയറിയിട്ടുണ്ട് വണ്ടിയിൽ. ഇനി ഇവനെ ഒന്ന് സ്റ്റമ്പിനെ ഒന്ന് മിനിക്കെടുക്കണം. ദെൻ നമ്മുടെ ഫ്രണ്ട് സെക്ഷൻ കയറ്റും. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതോടെ കയറ്റി ഞാൻ കാണിച്ചത്. പിന്നെ ഗൈസ് വേറൊരു പുള്ളിക്കൊണ്ടുവന്ന പ്രശ്നമാണ് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നതാണ്. ആക്ച്വലി കോമഡി എന്നാന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പീഡോമീറ്ററിൻ്റെ ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു നോബ് പോലത്തെ. ഇതതിനകത്ത് ഇല്ല. ആക്ച്വലി സ്പീഡോമീറ്ററിൻ്റെ ഈ ഒരു ഗാഡി ഉണ്ടെങ്കിൽ നമ്മുടെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യുക. ഇത് നമ്മൾ കയ്യിലെടുത്ത് വെച്ചേക്കുന്നത് പുള്ളിക്കകത്ത് കുറച്ച് പീസ് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് സോ ഗൈസ് ബെയറിങ്ങിൻ്റെ കണ്ടീഷൻ കണ്ടല്ലോ. ഇതാണ് ബെയറിങ്ങിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഫുള്ള് പോയിരിക്കുക. കാണുമ്പോൾ തന്നെ അറിയാം. ഇത് മറ്റേ സൈഡിലെ ബെയറിങ് ഇത് ഒട്ടും കൊള്ളത്തില്ല മറ്റേ അപേക്ഷിച്ച്. അപ്പം ഇത് പുത്തനായിട്ട് ടാറ്റയുടെ ബെയറിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് നേരെ തടി സെറ്റ് ചെയ്തിട്ട് ഇതിനെ ബാക്കിയാണ്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ബെയറിങ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഈ സൈഡിൽ ഡിസ്ക് എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ വേറെ ഡിസ്ക് ഇട്ടിട്ടുണ്ട്. ഈ സൈഡിൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ പിനിയൻ ബോക്സിൻ്റെ സെറ്റും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ പിനിയൻ ബോക്സ് പുത്തിനോളം പൊട്ടിച്ചിട്ട് നോക്കി കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നേരെ നമുക്കിനി വണ്ടിയിലോട്ട് കയറ്റണം. അപ്പോൾ നമുക്കിത് വണ്ടി കയറ്റി ഹെൻഡർ ചെയ്ത് കാണിച്ചു തരാം. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഡിസ്ക് സെറ്റ് കയറിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിൽ ഇതേ പിനിയൻ ബോക്സ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മേലോട്ട് താഴോട്ട് ആട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്കയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. സ്പീഡോമീറ്റർ കേബിൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഷൈൻ്റെ തന്നെ സ്പീഡോമീറ്റർ കേബിളാണ്. ആൻഡ് ഈ സൈഡ് വരുമ്പോഴത്തേക്കും ഡിസ്കിന് പൊളച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. പെർഫെക്റ്റായിട്ട് കറങ്ങുന്നുണ്ട്. കണ്ടല്ലോ, കാണിച്ചു തരാം. കണ്ടല്ലോ, ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. വീലും പക്ക സെൻറ്ററുമാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഇനി പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിലോട്ട് ഡിസ്കിൻ്റെ കാലിപ്പർ മാസ്റ്റർ കാര്യങ്ങൾ കയറ്റി വെക്കണം. ഈ സ്റ്റമ്പ് ഞാൻ പറഞ്ഞാലൊന്ന് വൃത്തിയാക്കണം. എന്നിട്ട് ബാക്കിയുള്ള മാസ്ക് സാധനം എല്ലാം കയറ്റി വെച്ച് റെഡിയാക്കിയ ശേഷം ഞാൻ നിങ്ങൾക്ക് ടോട്ടൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ദേ നമ്മൾ പറഞ്ഞ ആ വണ്ടിയുടെ ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് സെക്ഷൻ മുഴുവൻ കയറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇതിൻ്റെ കേസിൽ അവന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു സ്ഥലത്ത് പോയി ഒരു സെക്കൻഡ് ഹാൻഡ് ഫുൾ സെറ്റ് എടുത്ത് വണ്ടിയെ കയറ്റി ഒന്നും നോക്കിയില്ല. കുറച്ച് നാൾ കൊണ്ട് നടന്നപ്പം അതിൻ്റെ മുഴുവൻ സാധനം പോയി. അപ്പം അവൻ്റെ പൈസ അത്രയും പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും കഷ്ടപ്പെട്ടതിനാണ് കാശ് ഉണ്ടാക്കുന്നത്. ആരുടെയൊന്നും ആവശ്യമില്ല, അത് കാശ് പോകാൻ പാടില്ല. അതൊരു സത്യാവസ്ഥയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സാധനം എടുക്കുവാണ് അതുപോലെ ചെക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഈ കേസ് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട് സെക്ഷൻ മുഴുവൻ ഇപ്പം നമ്മുടെ അടുത്ത് വെച്ച അവസ്ഥയായി. കാലിപ്പർ വെച്ച് 2 സ്റ്റമ്പ് വന്നു, മാസ്റ്റർ സിലിണ്ടർ, അത് ഡിസ്ക് സെറ്റ് എല്ലാം ഞാൻ ഇപ്പോൾ സെറ്റ് കയറ്റുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റുകൾ എടുക്കുമ്പോൾ മാക്സിമം ക്ലീൻ സെറ്റാണെന്ന് ഉറപ്പ് വരുത്തി എടുക്കുക. അതർവൈസ് നിങ്ങൾ എടുക്കാതിരിക്കുക. ആരിലും മെക്കാനിക്സോ കാര്യങ്ങളൊക്കെ അടുത്ത് കൂടെ കൊണ്ടുപോയി സംഭവം ചെക്ക് ചെയ്യിപ്പിച്ചൊക്കെ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഒരാൾക്ക് പറ്റിയ അബദ്ധം വേറെ ആൾക്ക് പറ്റാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു സബ്സ്ക്രൈബറോടാണ്. അതിൻ്റെ ബാക്ക് വീലൊക്കെ നമ്മൾ പണ്ട് 1 വർഷം മുന്നേ അവന് നമ്മൾ ആ ബാക്കിൽ സെക്ഷനിൽ കൊടുത്തതാണ്. അപ്പം അങ്ങനെ അവൻ്റെ അടുത്ത് വന്നതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ അവസാനം പറഞ്ഞ സാർ അവൻ പറഞ്ഞ ചേട്ടനെ നിങ്ങൾ സെറ്റങ്ങ് എടുത്താൽ മതിയായിരുന്നു. കാരണം അവനിപ്പം 3000 3500 കൊടുത്ത് അവിടെയും കൊടുത്തു. അവിടെ സെറ്റിങ് വേറെ. ഇപ്പം നമ്മുടെ അടുത്ത് വന്നു ഇവിടെ ഒരു 14,000 ഇപ്പോൾ പൊട്ടി. അപ്പം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ എല്ലാവർക്കും. അപ്പോൾ സംഭവം അതാണ്, സെറ്റ് എടുക്കുമ്പം നോക്കിയെടുക്കുക. അപ്പം ആദ്യം മുതൽ പറയുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് സ്പ്ലെൻഡറാണ് വണ്ടി. സ്പ്ലെൻഡർ ഓൾഡ് മോഡലാണ്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പൾസർ അലോയ് വരുന്ന മോഡലിൻ്റെ സ്റ്റമ്പാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്താണ് കയറ്റിയേക്കുന്നത്. ടോപ്പിലത്തെ നട്ട് യൂസ് ചെയ്തേക്കുന്നത് സ്പ്ലെൻഡറിൻ്റെ തന്നെ ടോപ്പിലത്തെ നട്ടും ബോൾട്ടല്ല യൂസ് ചെയ്തേക്കുന്നത്. ഒരു മാസ്റ്റർ സിലിണ്ടർ വെച്ചിട്ടുണ്ട്. പക്ക ബ്രേക്കിങ് ആൻഡ് സീനൊന്നുമില്ല. കാലിപ്പർ ആ പയ്യൻ തന്നെ വെച്ചതാണ്. നമ്മൾ പുതിയ ഡിസ്ക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് ബെൻഡ് അതോടെ മാറ്റി പുതിയ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. വീലും കാര്യങ്ങളൊക്കെ അവനെ കെട്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് ഒരു ട്വിസ്റ്ററിൻ്റെ മൾഗാർഡായിരുന്നു. വീല് കറക്റ്റ് സെൻറ്ററിലാണ്. നിങ്ങൾ നോക്കി മനസ്സിലാവും. ട്വിസ്റ്ററിൻ്റെ മൾഗാർഡ് വീൽ ലൈനെല്ലാം പക്ക സെൻറ്ററിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് നമ്മുടെ നട്ട് ബോൾട്ട് ക്ലാമ്പ് കിറ്റ് വെച്ചിട്ടാണ് നമ്മുടെ മൾഗാർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പുറകിൽ ഒരു ഫിനിക്സിൻ്റെ സസ്പെൻഷൻ ആഡ്. ഈ വണ്ടി ഇനി ഹൈറ്റ് ചെയ്യണം, സ്റ്റാൻഡ് മാറണം, എന്നാലേ കറക്റ്റായ ലുക്ക് വരത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. അവന് ഹൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പൊക്കെ വെച്ചിട്ട് സീനോട് ഹൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ലുക്ക് ഓക്കെ എന്നാണ് പറഞ്ഞത്.
ഓക്കെ, അത് ഓരോരുത്തർ ഇഷ്ടമാണ്, നമ്മളതിനകത്തൊന്നും പറയാൻ പോകുന്നില്ല. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. വെറുതെ ഒരിടത്ത് കൊണ്ട് കാശ് കൊടുത്ത് നിങ്ങൾ നഷ്ടപ്പെടരുത്. ഇവനിപ്പം വലിയൊരു മണ്ടത്തരമാണ് അത് പറ്റിയത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, കാരണം താഴെ കമൻറ്റ് ചെയ്യുക. വെൽസ് മിശ്വ സൈനിങ് ഓഫ് ഫ്രം TVM Automotives.